വെൽക്കം മൈ ഡിയർ സ്റ്റുഡൻസ് ആൻഡ് ഫ്രണ്ട്സ്. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻസ് ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻസുമായിട്ട് ബന്ധപ്പെട്ട് ഒരു അസൈൻമെന്റ് തന്നിരുന്നു, ഐഡന്റിഫിക്കേഷൻ ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ്. അപ്പൊ അതിന്റെ ആൻസേഴ്സ് നമുക്ക് ആദ്യം നോക്കാം. അതിനുശേഷം നമുക്ക് എങ്ങനെ ബുക്കിൽ ഒരു ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യാം എന്ന് നമുക്ക് ഇന്ന് പഠിക്കാം. അപ്പൊ അസൈൻമെന്റ്, identify debit and credit from the following. First, purchased land for rupees 1 lakh. ലാൻഡ് 1 ലക്ഷം രൂപ കൊടുത്തിട്ട് ലാൻഡ് വാങ്ങിച്ചു. 1 ലക്ഷം രൂപ കൊടുത്തിട്ട് ലാൻഡ് വാങ്ങിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത്, ദാറ്റ് ഈസ് കിട്ടുന്നതിനാണ് നമ്മൾ പറയുന്നത് ഡെബിറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഡെബിറ്റ് എന്ന് പറയുന്നത് ലാൻഡ്, നമ്മൾ കൊടുക്കുന്നത് ക്യാഷ് ആണ്, അതുകൊണ്ട് തന്നെ ക്രെഡിറ്റ് ക്യാഷ് ആയി. ഇപ്പോൾ ഡെബിറ്റ് ലാൻഡ്, ക്രെഡിറ്റ് ക്യാഷ്. രണ്ടാമത്തത് ബോട്ട് ഗുഡ്സ് 8,500. ഇപ്പൊ ഗുഡ്സ് ആണ് നമുക്ക് കിട്ടുന്നത്, കൊടുക്കുന്നത് ക്യാഷ് ആണ്. ഇപ്പൊ കിട്ടുന്നത് ഗുഡ്സ് ആയതുകൊണ്ട് തന്നെ ഗുഡ്സിന് പകരം നമ്മൾ എഴുതേണ്ടത് പർച്ചേസ് എന്നാണ്. ഇപ്പൊ ഡെബിറ്റ് പർച്ചേസസ്, ക്രെഡിറ്റ് ക്യാഷ്. നെക്സ്റ്റ് ക്യാഷ് സെയിൽസ് 7,500. ക്യാഷ് സെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ് എന്നാണ് അർത്ഥം. ഇപ്പൊ സാധനങ്ങൾ വിറ്റു, ക്യാഷ് കിട്ടി. ഇപ്പൊ കിട്ടുന്നത് ക്യാഷ് ആണ്, പോകുന്നത് ഗുഡ്സ് ആണ്. ഇപ്പൊ ഡെബിറ്റ് എന്ന് പറയുന്നത് ക്യാഷും ക്രെഡിറ്റ് എന്ന് പറയുന്നത് ഗുഡ്സിന് പകരം സെയിൽസും ആണ്. നെക്സ്റ്റ് സാലറി പെയ്ഡ് ടു രാജൻ ക്ലർക്ക് 4,600. സാലറി കൊടുത്തു രാജന്, ക്ലർക്കാണ്. ഇപ്പൊ ക്ലർക്കായ രാജന് സാലറി കൊടുത്തു എന്ന് പറയുമ്പോൾ ഡെബിറ്റ് വരുന്നത് സാലറി ആയിരിക്കണം, രാജനായിരിക്കരുത്, സാലറി ആയിരിക്കണം. അത് ആർക്ക് കൊടുത്തു കഴിഞ്ഞാൽ, മാനേജർ കൊടുത്തു കഴിഞ്ഞാൽ, ആർക്ക് കൊടുത്തു കഴിഞ്ഞാലും സാലറി എന്നാണ് നമ്മൾ എഴുതേണ്ടത്, അവരുടെ പേരല്ല. ഇപ്പൊ ഡെബിറ്റ് സാലറി, ക്രെഡിറ്റ് ക്യാഷ്. നെക്സ്റ്റ് ക്യാഷ് വിഡ്രോൺ ഫ്രം ബാങ്ക് ഫോർ ഓഫീസ് യൂസ്. ഓഫീസ് ഉപയോഗത്തിന് വേണ്ടിയിട്ട് ബാങ്കിൽ നിന്ന് പൈസ പിൻവലിച്ചു. ഇപ്പൊ നമുക്ക് കിട്ടുന്നത് ക്യാഷ് ആണ്, നമുക്ക് പോകുന്നത് അല്ലെങ്കിൽ കുറയുന്നത് ബാങ്ക് ബാലൻസ് ആണ്. അതുകൊണ്ട് തന്നെ ഡെബിറ്റ് ക്യാഷ്, ക്രെഡിറ്റ് ബാങ്ക്. നെക്സ്റ്റ് റെന്റ് റിസീവ്ഡ് ബൈ ചെക്ക്. റെന്റ് കിട്ടി, ചെക്കായിട്ടാണ് കിട്ടിയത്. അപ്പൊ കിട്ടുന്നത് ചെക്കാണ്. ഇപ്പൊ ചെക്കായതുകൊണ്ട് തന്നെ ഡെബിറ്റ് ബാങ്ക് എഴുതുക, ക്രെഡിറ്റ് റെന്റ് റിസീവ്ഡ്. നെക്സ്റ്റ് സ്റ്റേഷനറി ഐറ്റംസ് പർച്ചേസ്ഡ്. സ്റ്റേഷനറി ഐറ്റംസ് വാങ്ങിച്ചു. ഇപ്പൊ കിട്ടുന്നത് സ്റ്റേഷനറി ആണ്, കൊടുക്കുന്നത് ക്യാഷ് ആണ്. ഇപ്പൊ ഡെബിറ്റ് സ്റ്റേഷനറിയും ക്രെഡിറ്റ് ക്യാഷും. നെക്സ്റ്റ് ക്യാഷ് റിസീവ്ഡ് ഫ്രം നസീമ. ഇപ്പൊ കിട്ടുന്നത് ക്യാഷ് ആണ്, അതുകൊണ്ട് തന്നെ ഡെബിറ്റ് ക്യാഷ്, ക്രെഡിറ്റ് നസീമയും. ഇനി നമുക്ക് ഒരു ട്രാൻസാക്ഷൻ എങ്ങനെ ജേണൽ എന്ന് പറയുന്ന ബുക്കിൽ റെക്കോർഡ് ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. ജേണൽ എന്ന് പറയുന്നതാണ് ബേസിക് ആയിട്ടുള്ള ബുക്ക് എന്ന് പറയുന്നത്. ഈ ജേണലില് എല്ലാ ട്രാൻസാക്ഷൻസും ഏത് ഓർഡറിലാണോ ഇൻകർ ചെയ്തത് അതേ ഓർഡറിലാണ് എഴുതുക. ഇന്നത്തെ എൻട്രി എഴുതിയതിന് ശേഷമാണ് നാളത്തെ എഴുതുക, അതിനുശേഷമാണ് മറ്റന്നാളത്തെ എഴുതുക. ഇനി ക്രോണോളജിക്കൽ ഓർഡറാണ്, ഏത് ഓർഡറിലാണോ ട്രാൻസാക്ഷൻ നടന്നത് അതേ ഓർഡറിലാണ് ബുക്കിൽ രേഖപ്പെടുത്തുക. ദിസ് ഈസ് ദി ബേസിക് ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി. In this book, transactions are recorded in the chronological order as and when they take place. Then, these are posted to the respective accounts in the ledger. ഇപ്പൊ ജേണലില് ഈ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ രണ്ടാമത്തെ ബുക്കായ ലെഡ്ജർ എടുത്ത് ലെഡ്ജറിൽ ഓരോ അക്കൗണ്ടിനും ഓരോ പേജ് വീതം കൊടുത്ത് ജേണൽ നോക്കിയിട്ട് ലെഡ്ജറിലേക്ക് നമ്മൾ മാറ്റിയിടും. അതിനാണ് നമ്മൾ പറയുന്നത് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. അത് നമുക്ക് പിന്നീട് പഠിക്കാം. ഇപ്പോഴും നമുക്ക് ജേണൽ എന്ന് പറയുന്ന ബുക്കിൽ എങ്ങനെയാണ് ഒരു ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുക, അതിന്റെ ഫോർമാറ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇതാണ് അതിന്റെ ഫോർമാറ്റ്. അപ്പൊ അതിന് കോളംസ് വരുന്നത് ഫസ്റ്റ് ഡേറ്റ് കോളം. അപ്പൊ അതിനനുസരിച്ച് മാത്രം സ്പേസ് മതി, ഒരുപാട് സ്പേസ് ഒന്നും വേണ്ട, ഡേറ്റ് എഴുതേണ്ട തരത്തിലുള്ള സ്പേസ് മതി. പിന്നെ വരുന്നത് പർട്ടിക്കുലേഴ്സ് കോളം. അവിടെയാണ് കുറച്ച് കൂടുതൽ സ്പേസ് വേണ്ടത്, അവിടെയാണ് നമ്മൾ കൂടുതൽ കാര്യങ്ങൾ എഴുതുന്നത്. പിന്നെ വരുന്നത് LF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെഡ്ജർ ഫോളിയോ, അതിന് ചെറിയ കോളം മതി. പിന്നെ ഡെബിറ്റ് എമൗണ്ട്, ക്രെഡിറ്റ് എമൗണ്ട്, അത് രണ്ടും എമൗണ്ട് എഴുതാനുള്ള കോളംസ് ആണ്. എമൗണ്ട് എഴുതാനുള്ള സ്പേസ് മാത്രമേ അതിനും വേണ്ടൂ. ഇപ്പൊ കൂടുതൽ സ്പേസ് വെക്കേണ്ടത് പർട്ടിക്കുലേഴ്സ് കോളത്തിനാണ്. ഇപ്പൊ ഡേറ്റ് കോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ഡേറ്റിലാണോ ഈ ട്രാൻസാക്ഷൻ ഇൻകർ ചെയ്തിരിക്കുന്നത് ആ ഡേറ്റ് ആണ് അവിടെ എഴുതേണ്ടത്. അത് ക്വസ്റ്റ്യനിൽ തരും, ഓരോ ട്രാൻസാക്ഷന്റെ ഡേറ്റ് ഏതാണെന്ന് ക്വസ്റ്റ്യനിൽ തരും, ആ ഡേറ്റ് അതേപോലെ അവിടെ എഴുതും.
പർട്ടിക്കുലേഴ്സ് കോളത്തിലാണ് നമ്മൾ നേരത്തെ ഐഡന്റിഫൈ ചെയ്ത ഡെബിറ്റ് ഏതാണ്, ക്രെഡിറ്റ് ഏതാണ്, ഇത്തരം കാര്യങ്ങളൊക്കെ എഴുതുന്നത് പർട്ടിക്കുലേഴ്സ് കോളത്തിലാണ്. പിന്നെ ലെഡ്ജർ ഫോളിയോ അല്ലെങ്കിൽ LF എന്ന് പറയുന്ന കോളത്തിൽ നമ്മൾ എഴുതുന്നത്, നമ്മൾ പർട്ടിക്കുലേഴ്സ് കോളത്തിൽ ഡെബിറ്റ് ചെയ്യേണ്ട അക്കൗണ്ടും ക്രെഡിറ്റ് ചെയ്യേണ്ട അക്കൗണ്ടും എഴുതും. ഡെബിറ്റ് ചെയ്യേണ്ട അക്കൗണ്ട്, ക്രെഡിറ്റ് ചെയ്യേണ്ട അക്കൗണ്ട് രണ്ടാമത്തെ ബുക്കായ ലെഡ്ജറിൽ എത്രാമത്തെ പേജിലാണോ എഴുതിയിരിക്കുന്നത് ആ പേജ് നമ്പറാണ് ഇവിടെ എഴുതേണ്ടത്. ഇപ്പൊ രണ്ടാമത്തെ ബുക്കായ ലെഡ്ജർ എന്ന് പറയുന്ന ബുക്കില് എത്രാമത്തെ പേജിലാണോ ആ എഴുതിയിരിക്കുന്ന അക്കൗണ്ട് വരച്ചിരിക്കുന്നത് ആ പേജ് നമ്പർ, ലെഡ്ജറിന്റെ പേജ് നമ്പറാണ് ഇവിടെ എഴുതേണ്ടത്. ഡെബിറ്റ് ചെയ്യേണ്ട എമൗണ്ട് എത്രയാണോ അത് എഴുതുക. അതുപോലെ ക്രെഡിറ്റ് ചെയ്യേണ്ട എമൗണ്ട് എത്രയാണോ അത് അവിടെ രേഖപ്പെടുത്തുക. അപ്പോൾ പർട്ടിക്കുലേഴ്സ് കോളത്തിലാണ് നമ്മൾ ഡീറ്റെയിൽസ് കാര്യമായിട്ട് രേഖപ്പെടുത്തുന്നത്. ആദ്യം എഴുതേണ്ടത് ഡെബിറ്റ് ചെയ്യേണ്ട അക്കൗണ്ട് ആണ്, പിന്നെ ക്രെഡിറ്റ് ചെയ്യേണ്ട അക്കൗണ്ട് ആണ്, പിന്നെ അതിന്റെ ആ ട്രാൻസാക്ഷൻ എന്താണ് എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ, അതിനെയാണ് പറയുന്നത് നരേഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ പർട്ടിക്കുലേഴ്സ് കോളത്തില് ഡെബിറ്റ് ചെയ്യേണ്ട അക്കൗണ്ട് ഏതാണോ ക്രെഡിറ്റ് ചെയ്യേണ്ട അക്കൗണ്ട് ഏതാണോ അത് രണ്ടും എഴുതി കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ബ്രീഫ് ആയിട്ടുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ എഴുതും. അതിനെയാണ് പറയുന്നത് നരേഷൻ എന്ന് പറയുന്നത്. അതിനുശേഷം പർട്ടിക്കുലേഴ്സ് കോളത്തിൽ ഒരു ലൈൻ വരയ്ക്കും. നമുക്ക് നോക്കാം. ജേണൽ ഡേറ്റ് ഓഫ് ദി ട്രാൻസാക്ഷൻ ഈസ് ഷോൺ. പർട്ടിക്കുലേഴ്സ് അക്കൗണ്ട് ടു ബി ഡെബിറ്റഡ് ആൻഡ് ക്രെഡിറ്റഡ്. LF ledger folio page number of the ledger on which the relevant account is prepared. Debit amount to be debited. Credit amount to be credited. Narration a brief description of the transaction. ഇപ്പോൾ ഇനി ഒരു ട്രാൻസാക്ഷൻ എങ്ങനെ ബുക്കിൽ രേഖപ്പെടുത്താമെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ട്രാൻസാക്ഷൻ 1st January 2020 സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് rupees 10,000 rupees കൊണ്ടുവന്ന് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. ഇപ്പൊ നമ്മൾ നേരത്തെ പഠിച്ച പോലെ ആദ്യം ഡെബിറ്റ് ചെയ്യേണ്ട അക്കൗണ്ട് ഏതാണോ ക്രെഡിറ്റ് ചെയ്യേണ്ട അക്കൗണ്ട് ഏതാണോ നമ്മൾ ഐഡന്റിഫൈ ചെയ്യും. ഇപ്പൊ 10,000 rupees കൊണ്ടുവന്ന് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു എന്ന് പറയുമ്പോൾ നമുക്ക് ബിസിനസ്സിലേക്ക് കിട്ടുന്നത് ക്യാഷ് ആണ്, ബിസിനസ്സിൽ കൊടുക്കാനുള്ളത് ക്യാപിറ്റൽ ആണ്. ഇപ്പൊ ഡെബിറ്റ് എന്ന് പറയുന്നത് ക്യാഷ് ആയിരിക്കും, ക്രെഡിറ്റ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ആയിരിക്കും. ഇത് ഐഡന്റിഫൈയിലാണ് കാര്യമായിട്ട് ചെയ്യാനുള്ളത്. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഡേറ്റ് കോളത്തില് ആ ഡേറ്റ് രേഖപ്പെടുത്തും. 1/1/2020 അല്ലെ നമുക്ക് എഴുതാം 2020 January 1. ഏത് രീതിയിലാണെങ്കിലും ഡേറ്റ് കോളത്തിൽ ഡേറ്റ് രേഖപ്പെടുത്തും. പർട്ടിക്കുലേഴ്സ് കോളത്തിൽ രേഖപ്പെടുത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ആദ്യം ഡെബിറ്റ് ചെയ്യേണ്ട അക്കൗണ്ട് ആണ് എഴുതേണ്ടത്. ഇപ്പൊ ഡെബിറ്റ് ചെയ്യേണ്ട അക്കൗണ്ട് ആ ലൈനിനോട് ചേർന്ന് തന്നെ രേഖപ്പെടുത്തും. അപ്പൊ ആദ്യം ക്യാഷ് അക്കൗണ്ട് ആണ് ഡെബിറ്റ് ചെയ്യേണ്ടത്. ഇപ്പൊ ലൈനിനോട് ചേർന്ന് തന്നെ ക്യാഷ് അക്കൗണ്ട് എന്ന് എഴുതുക. അതിനുശേഷം സ്പേസ് വിട്ട് DR എന്ന് എഴുതുക. ഇപ്പൊ ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് എന്നാണ് ഇത് വായിക്കുക. ഇപ്പൊ ക്യാഷ് അക്കൗണ്ട് എന്ന് എഴുതി തുടങ്ങുന്നത് ഫസ്റ്റ് ലൈനിനോട് ചേർന്നിട്ടായിരിക്കണം. DR എന്ന് എഴുതുന്നത് ആ കോളത്തിൽ ലാസ്റ്റിലായി ആയിരിക്കണം. എന്നിട്ട് അതിനുശേഷം ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് 10,000 ആണ് ക്യാഷ് കിട്ടിയത്. അതുകൊണ്ട് തന്നെ അതിന് നേർക്ക് ഡെബിറ്റ് എമൗണ്ട് കോളത്തില് എമൗണ്ട് രേഖപ്പെടുത്തുക 10,000. അപ്പൊ അതിന്റെ ഡെബിറ്റ് നമ്മൾ രേഖപ്പെടുത്തി. ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് 10,000 ഡെബിറ്റ് കോളത്തിൽ 10,000 കാണിക്കും. ഇനി ക്രെഡിറ്റ് കൂടി രേഖപ്പെടുത്തണം. ക്രെഡിറ്റ് രേഖപ്പെടുത്തുന്നുണ്ടെങ്കിൽ ലൈനിൽ നിന്നും കുറച്ച് മാറിയിട്ട് കുറച്ച് സ്പേസ് വിട്ടിട്ട് ടു ക്യാപിറ്റൽ എന്ന് എഴുതുക. പിന്നെ CR എന്ന് എഴുതണ്ട, ക്രെഡിറ്റ് എന്ന് എഴുതണ്ട. ലൈനിൽ നിന്നും കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ട് ടു ക്യാപിറ്റൽ എന്ന് എഴുതിയാൽ മതി. അതിനുശേഷം ക്രെഡിറ്റ് എമൗണ്ട് കോളത്തിൽ ആ എമൗണ്ട് രേഖപ്പെടുത്തുക 10,000. ഇപ്പൊ ഡെബിറ്റും രേഖപ്പെടുത്തി ക്രെഡിറ്റും രേഖപ്പെടുത്തി. ഇനി പർട്ടിക്കുലേഴ്സ് കോളത്തിൽ ഇത് എന്താണ് ഈ ട്രാൻസാക്ഷൻ എന്ന് ഒരു ബ്രീഫ് ആയിട്ടുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക. ബ്രാക്കറ്റിൽ എഴുതുക സ്റ്റാർട്ടഡ് ബിസിനസ്. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, ഒരു ലൈൻ വരയ്ക്കും. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ ആദ്യത്തെ ട്രാൻസാക്ഷൻ നമ്മൾ ജേണലിൽ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ആദ്യത്തെ ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്തപ്പോൾ 1/1/2020 ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റൽ 10,000. ഇനി അടുത്ത ട്രാൻസാക്ഷൻ എങ്ങനെ ബുക്കിൽ റെക്കോർഡ് ചെയ്യാമെന്ന് നോക്കാം. 1/1/2020 ബോട്ട് ബിൽഡിംഗ് ₹1 lakh. 1 ലക്ഷം രൂപ കൊടുത്ത് ബിൽഡിംഗ് വാങ്ങിച്ചു. ഇപ്പൊ നമുക്ക് കിട്ടുന്നത് ബിൽഡിംഗ് ആണ്, കൊടുക്കുന്നത് ക്യാഷ് ആണ്. ഇപ്പൊ ഡെബിറ്റ് ബിൽഡിംഗ് ആണ്, ക്രെഡിറ്റ് ക്യാഷ് ആണ്. ഇപ്പൊ ഡേറ്റ് കോളത്തിൽ ആദ്യം ഡേറ്റ് രേഖപ്പെടുത്തുക 1st January 2020. പർട്ടിക്കുലേഴ്സ് കോളത്തിന് ലൈനിനോട് ചേർന്ന് തന്നെ എഴുതുക ബിൽഡിംഗ് അക്കൗണ്ട് ഡെബിറ്റ് DR എന്ന് എഴുതുന്നത് അതിന്റെ ലാസ്റ്റിലോട്ട് എഴുതുക. ഡെബിറ്റ് എമൗണ്ട് കോളത്തിൽ
എമൗണ്ട് രേഖപ്പെടുത്തുക 1 lakh. ഇനി ക്രെഡിറ്റ് ആണ് രേഖപ്പെടുത്തേണ്ടത്. നെക്സ്റ്റ് ലൈനിൽ പർട്ടിക്കുലർ കോളത്തിൽ നെക്സ്റ്റ് ലൈനിൽ കുറച്ച് സ്പേസ് വിട്ടതിന് ശേഷം ടു ക്യാഷ് എന്ന് എഴുതും. എന്നിട്ട് ക്രെഡിറ്റ് എമൗണ്ട് കോളത്തിൽ 1 lakh എന്ന് കൂടി രേഖപ്പെടുത്തുക അതിന് നേർക്ക്. ഇനി നരേഷൻ രേഖപ്പെടുത്തുക. പർട്ടിക്കുലർ കോളത്തിൽ ബ്രാക്കറ്റിൽ എഴുതുക ബോട്ട് ബിൽഡിംഗ്. എന്നിട്ട് ഒരു ലൈന് അവിടെ വരക്കും. ഇത് ആയി കഴിഞ്ഞാൽ രണ്ടാമത്തെ ഇടപാടും നമ്മൾ റെക്കോർഡ് ചെയ്യും. അടുത്ത് നമുക്ക് നോക്കാം. റെക്കോർഡ് ദി ഫോളോയിങ് ട്രാൻസാക്ഷൻസ്. 1st January 2020 commenced business with ₹50,000. 2nd January 2020 furniture purchased for ₹20,000. 3rd January 2020 purchased goods for ₹10,000. ഇപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ ഒരു ഇടപാട് പ്രകാരം ഡെബിറ്റ് ഏതാണ് ക്രെഡിറ്റ് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാം. അത് എഴുതി വെക്കണം നിർബന്ധമൊന്നുമില്ല, പക്ഷെ നമ്മൾ അത് അറിഞ്ഞിരിക്കണം. ഇപ്പോൾ ഫസ്റ്റ് ട്രാൻസാക്ഷൻ വരുന്നത് 1st January 2020 കമൻസ്ഡ് ബിസിനസ് വിത്ത് ₹50,000. ഇപ്പോൾ ഡെബിറ്റ് വരുന്നത് ക്യാഷ് ആണ്, ക്രെഡിറ്റ് വരുന്നത് ക്യാപിറ്റൽ ആണ്. ഇപ്പോൾ ഡേറ്റ് കോളത്തിൽ ഡേറ്റ് രേഖപ്പെടുത്തുക 1st January 2020. പർട്ടിക്കുലേഴ്സ് കോളത്തിൽ ആദ്യം ഡെബിറ്റ് ചെയ്യേണ്ട അക്കൗണ്ട് എഴുതുക, ലൈനിനോട് ചേർന്ന് എഴുതുക ക്യാഷ് അക്കൗണ്ട്. ആ കോളത്തിൽ അവസാനമായിട്ട് എഴുതുക ഡെബിറ്റ് DR. അതിനുശേഷം ഡെബിറ്റ് എമൗണ്ട് കോളത്തിൽ അതിന്റെ എമൗണ്ട് രേഖപ്പെടുത്തുക 50,000. നെക്സ്റ്റ് പർട്ടിക്കുലേഴ്സ് കോളത്തിൽ നെക്സ്റ്റ് ലൈനിൽ കുറച്ച് സ്പേസ് വിട്ടതിന് ശേഷം എഴുതുക ടു ക്യാപിറ്റൽ. ക്രെഡിറ്റ് എമൗണ്ട് കോളത്തിൽ അതിന് നേർക്ക് രേഖപ്പെടുത്തുക 50,000. നെക്സ്റ്റ് ഈ ട്രാൻസാക്ഷൻ എന്താണെന്ന് ബ്രീഫ് ആയിട്ടുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക സ്റ്റാർട്ടഡ് ബിസിനസ്. ഇനി ഒരു ലൈൻ കൂടി അവിടെ വരച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്ത് കഴിയും. ഇനി ഇതിനകത്ത് തന്നെ രണ്ടാമത്തെ ഇടപാട് എങ്ങനെ രേഖപ്പെടുത്താമെന്ന് നോക്കാം. 2nd January 2020 ഫർണിച്ചർ പർച്ചേസ്ഡ് ഫോർ ₹20,000. ഫർണിച്ചർ വാങ്ങിച്ചു 20,000 രൂപ കൊടുത്തിട്ട്. ഇപ്പോൾ ഡെബിറ്റ് വരുന്നത് ഫർണിച്ചർ ആയിരിക്കും, ക്രെഡിറ്റ് വരുന്നത് ക്യാഷ് ആയിരിക്കും. അപ്പൊ അതിന് തന്നെ നമ്മള് ഡേറ്റ് കോളത്തിൽ ഡേറ്റ് രേഖപ്പെടുത്തുക 2nd January 2020. ഇനി ഡെബിറ്റ് ആണ് ആദ്യം രേഖപ്പെടുത്തേണ്ടത്. ഫർണിച്ചർ വാങ്ങിച്ചു എന്ന് പറയുമ്പോൾ കിട്ടുന്നത് ഫർണിച്ചർ ആണ്, അതുകൊണ്ട് തന്നെ ലൈനിനോട് ചേർന്ന് രേഖപ്പെടുത്തുക ഫർണിച്ചർ അക്കൗണ്ട്. ആ കോളത്തിൽ അവസാനമായിട്ട് രേഖപ്പെടുത്തുക DR. അതിനുശേഷം ഡെബിറ്റ് എമൗണ്ട് കോളത്തിൽ 20,000 എന്ന് എഴുതുക. നെക്സ്റ്റ് ലൈനില് ടു ക്യാഷ് കുറച്ച് സ്പേസ് വിട്ടതിന് ശേഷം ടു ക്യാഷ്. അതിനുശേഷം ക്രെഡിറ്റ് എമൗണ്ട് കോളത്തിൽ 20,000 എന്ന് എഴുതുക. ബ്രാക്കറ്റില് നരേഷൻ രേഖപ്പെടുത്തുക ഫർണിച്ചർ പർച്ചേസ്ഡ്. എന്നിട്ട് ലൈന് വരക്കുക. നെക്സ്റ്റ് മൂന്നാമത്തെ ട്രാൻസാക്ഷൻ ആണ് 3rd January 2020 പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ₹10,000. ഗുഡ്സ് വാങ്ങിച്ചു 10,000 rupees കൊടുത്തിട്ട്. ഇപ്പൊ ഡെബിറ്റും ക്രെഡിറ്റും ഏതൊക്കെ ആയിരിക്കാം? ഗുഡ്സ് വാങ്ങിച്ചു എന്ന് പറയുമ്പോൾ കിട്ടുന്നത് ഗുഡ്സ് ആണ്. അപ്പൊ ഗുഡ്സിന് പകരം എന്ത് എഴുതണം? പർച്ചേസസ്. ക്രെഡിറ്റ് ക്യാഷ് ആയിരിക്കും. ഇപ്പൊ ഇവിടെ ഡേറ്റ് കോളത്തിൽ നമ്മൾ രേഖപ്പെടുത്തുക 3rd January 2020. പർട്ടിക്കുലേഴ്സ് കോളത്തിൽ ലൈനിനോട് ചേർന്ന് രേഖപ്പെടുത്തുക പർച്ചേസ് അക്കൗണ്ട്. സ്പേസ് വിട്ടിട്ട് DR എന്ന് എഴുതുക. ഡെബിറ്റ് എമൗണ്ട് കോളത്തിൽ 10,000. രണ്ടാമത്തെ ലൈനിൽ പർട്ടിക്കുലേഴ്സ് കോളത്തിൽ ടു ക്യാഷ് സ്പേസ് വിട്ടിട്ട് ടു ക്യാഷ്. അതിനുശേഷം ക്രെഡിറ്റ് എമൗണ്ട് കോളത്തിൽ അതിന് നേർക്ക് എഴുതുക 10,000. നെക്സ്റ്റ് നരേഷൻ രേഖപ്പെടുത്തുക പർച്ചേസ്ഡ് ഗുഡ്സ്. ഇപ്പൊ നരേഷൻ രേഖപ്പെടുത്തുമ്പോൾ പ്രത്യേകിച്ച് ഒന്നും ശ്രദ്ധിക്കേണ്ട. ആ ട്രാൻസാക്ഷന്റെ ബ്രീഫ് ആയിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് അത് അവിടെ എഴുതിയാൽ മതി. ഒരു മീനിങ് ഫുൾ ആയിട്ട് അത് മനസ്സിലാകുന്ന തരത്തിൽ എന്തെങ്കിലും ഒരു സെന്റൻസ് അവിടെ എഴുതിയാൽ മതി ബ്രീഫ് ആയിട്ട്. നെക്സ്റ്റ് ജേർണലൈസ് ദി ഫോളോയിങ് ട്രാൻസാക്ഷൻസ്. 3rd January 2020 opened a bank account ₹35,000. 6th January 2020 cash withdrawn from bank ₹15,000. 8th January 2020 check issued to Ramesh ₹5,000. 8th January 2020 തന്നെ salary paid ₹2,000. അപ്പൊ ആദ്യം ഇതിന്റെയൊക്കെ ഡെബിറ്റും ക്രെഡിറ്റും നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. അതിനുശേഷം നമുക്ക് റെക്കോർഡിങ്ങിലേക്ക് പോകാം. നമുക്ക് നോക്കാം. ആദ്യത്തെ ട്രാൻസാക്ഷൻ 3/1/2020 ഓപ്പൺഡ് എ ബാങ്ക് അക്കൗണ്ട് ₹35,000. അപ്പോൾ ഓപ്പൺഡ് എ ബാങ്ക് അക്കൗണ്ട് എന്ന് പറയുമ്പോൾ ബാങ്കിൽ പൈസ കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്യുന്നു. അപ്പോൾ പൈസ ബാങ്കിൽ കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാങ്കിൽ നിന്നും നമുക്ക് പൈസ കിട്ടാനുണ്ടാവും. അതുകൊണ്ട് തന്നെ ബാങ്കിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ പൈസയാണ് കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ നമ്മുടെ പൈസ കുറയുന്നു, പൈസയാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ ബാങ്കിനെ ഡെബിറ്റ് ചെയ്യണം, ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്യണം.
അത് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി ഡേറ്റ് കോളത്തിൽ ആദ്യം ഡേറ്റ് രേഖപ്പെടുത്തുക 3/1/2020. പർട്ടിക്കുലേഴ്സ് കോളത്തിൽ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ, അത് നേരെ ഡെബിറ്റ് എമൗണ്ട് കോളത്തിൽ 35,000. സെക്കൻഡ് ലൈനിൽ പർട്ടിക്കുലേഴ്സ് കോളത്തിൽ ടു ക്യാഷ് ക്രെഡിറ്റ് എമൗണ്ട് കോളത്തിൽ 35,000. നരേഷൻ എഴുതുക സ്റ്റാർട്ടഡ് ബിസിനസ്, എന്നിട്ട് ഒരു ലൈന് വരക്കുക. ആ ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്തത് കംപ്ലീറ്റ് ആയി. ഇനി അടുത്തത് രണ്ടാമത്തെ ഇടപാട് പറയുന്നത് 6/1/2020 ക്യാഷ് വിഡ്രോൺ ഫ്രം ബാങ്ക് ₹15,000. അപ്പോൾ ബാങ്കിൽ നിന്നും പൈസ പിൻവലിക്കുന്നു. അപ്പോൾ നമുക്ക് ക്യാഷ് കിട്ടുകയാണ് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ ക്യാഷിനെ ഡെബിറ്റ് ചെയ്യണം. ബാങ്ക് ബാലൻസ് കുറയാണ് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ ബാങ്കിനെ ക്രെഡിറ്റ് ചെയ്യണം. ഇനി ഇത് റെക്കോർഡ് ചെയ്യാം. ഡേറ്റ് കോളത്തിൽ 6th January 2020. പർട്ടിക്കുലേഴ്സിൽ ക്യാഷിനെ ഡെബിറ്റ് ചെയ്യുക. ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ഡെബിറ്റ് എമൗണ്ട് കോളത്തിൽ 15,000 ടു ബാങ്ക് ക്രെഡിറ്റ് എമൗണ്ട് കോളത്തിൽ 15,000. നരേഷൻ ക്യാഷ് വിഡ്രോൺ ഫ്രം ബാങ്ക്. ഇനി അടുത്തത് മൂന്നാമത്തെ ഇടപാട് നമ്മളോട് പറയുന്നത് 8/1/2020 ചെക്ക് ഇഷ്യൂഡ് ടു രമേഷ് ₹5,000. രമേഷിന് ചെക്ക് കൊടുത്തു. അപ്പോൾ രമേഷിന് ചെക്ക് കൊടുത്തു എന്ന് പറയുമ്പോൾ ഡെബിറ്റ് വരുന്നത് രമേഷും ക്രെഡിറ്റ് വരുന്നത് ബാങ്കുമാണ്. അപ്പോൾ അത് റെക്കോർഡ് ചെയ്യുമ്പോൾ ഡേറ്റ് കോളത്തിൽ 8/1/2020 പർട്ടിക്കുലേഴ്സ് കോളത്തിൽ രമേഷ് അക്കൗണ്ട് ഡെറ്റർ ഡെബിറ്റ് എമൗണ്ട് 5,000 ടു ബാങ്ക് ക്രെഡിറ്റ് എമൗണ്ട് 5,000. നരേഷൻ ചെക്ക് ഇഷ്യൂഡ് ടു രമേഷ്. നെക്സ്റ്റ് പറയുന്നത് 8/1/2020 സാലറി പെയ്ഡ് ₹2,000. അപ്പോൾ സാലറി പെയ്ഡ് ₹2,000 എന്ന് പറയുമ്പോൾ ഡെബിറ്റ് സാലറിയും ക്രെഡിറ്റ് ക്യാഷുമാണ്. ഇപ്പോൾ ഡേറ്റ് കോളത്തിൽ 8/1/2020 പർട്ടിക്കുലേഴ്സ് കോളത്തിൽ സാലറി അക്കൗണ്ട് ഡെബിറ്റ് എമൗണ്ട് കോളത്തിൽ 2,000 ടു ക്യാഷ് ക്രെഡിറ്റ് കോളത്തിൽ 2,000. നരേഷൻ സാലറി പെയ്ഡ്. നെക്സ്റ്റ് നമുക്ക് നോക്കാം. റെക്കോർഡ് ദി ഫോളോയിങ് ട്രാൻസാക്ഷൻസ് ഇൻ ജേണൽ. 5th April 2020 business started with a cash ₹1,50,000. 7th April 2020 goods purchased from Manisha ₹36,000. 8th April 2020 stationery purchased for cash ₹2,200. 9th April 2020 opened a bank account with SBI for ₹35,000. ഇനി ഇതെങ്ങനെയാണ് ജേണലിൽ റെക്കോർഡ് ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് 5 April 2020 ബിസിനസ് സ്റ്റാർട്ടഡ് വിത്ത് ക്യാഷ് 1,50,000. നമുക്കറിയാം ബിസിനസ് സ്റ്റാർട്ടഡ് എന്ന് പറയുമ്പോൾ ക്യാഷും ക്യാപിറ്റലാണ് വരിക. ഇപ്പോൾ ഡേറ്റ് കോളത്തിൽ 5 April 2020 പർട്ടിക്കുലേഴ്സ് കോളത്തിൽ ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് എമൗണ്ടിൽ 1,50,000 ടു ക്യാപിറ്റൽ 1,50,000 ക്രെഡിറ്റ് എമൗണ്ടിലും കാണിക്കുക. നരേഷൻ എഴുതുക സ്റ്റാർട്ടഡ് ബിസിനസ്. ഇനി അടുത്തത് രണ്ടാമത്തെ ഇടപാട് നമുക്ക് തന്നിരിക്കുന്നത് 7th April 2020 ഗുഡ്സ് പർച്ചേസ്ഡ് ഫ്രം മനീഷ ₹36,000. ഇപ്പോൾ ഗുഡ്സ് പർച്ചേസ്ഡ് ഫ്രം മനീഷ എന്ന് പറയുമ്പോൾ അത് കടമായിട്ടാണ് വാങ്ങിക്കുന്നത്. കാരണം പാർട്ടിയുടെ പേര് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, ക്യാഷ് ആണെന്ന് പ്രത്യേകിച്ച് പറയുന്നില്ല. അപ്പോൾ ക്യാഷ് ആണെന്ന് പ്രത്യേകിച്ച് പറയാതിരിക്കുകയും പാർട്ടിയുടെ പേര് ക്വസ്റ്റ്യനിൽ തരികയും ചെയ്തു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ. ഇപ്പോൾ ഗുഡ്സ് പർച്ചേസ്ഡ് ഫ്രം മനീഷ എന്ന് പറയുമ്പോൾ മനീഷിൻ്റെ എടുക്കുന്ന സാധനങ്ങൾ കടമായിട്ട് വാങ്ങിച്ചു എന്ന് വേണം കണക്കാക്കാൻ വേണ്ടി. ഇപ്പോൾ കടമായിട്ട് മനീഷ എടുക്കുന്ന സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ ഡെബിറ്റ് വരുന്നത് പർച്ചേസസ്, ഗുഡ്സ് ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഗുഡ്സിന് പകരം പർച്ചേസസ് എഴുതുക. ക്രെഡിറ്റ് വരുന്നത് മനീഷയ്ക്ക് നമ്മൾ പൈസ കൊടുക്കാനുണ്ട്, അതുകൊണ്ട് തന്നെ ക്രെഡിറ്റ് മനീഷ. ഇനി റെക്കോർഡ് ചെയ്യാം. ഡേറ്റ് കോളത്തിൽ 7th April 2020 പർട്ടിക്കുലേഴ്സ് കോളത്തിൽ പർച്ചേസ് അക്കൗണ്ട് ഡെബിറ്റ് എമൗണ്ടിൽ 36,000 ടു മനീഷ ക്രെഡിറ്റ് എമൗണ്ട് 36,000. നരേഷൻ പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം മനീഷ. നെക്സ്റ്റ് തേർഡ് ട്രാൻസാക്ഷൻ 8th April 2020 സ്റ്റേഷനറി പർച്ചേസ്ഡ് ഫോർ ക്യാഷ് 2,200. ഇപ്പോൾ സ്റ്റേഷനറി പർച്ചേസ്ഡ് ഫോർ ക്യാഷ് എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്നത് സ്റ്റേഷനറിയാണ്, കൊടുക്കുന്നത് ക്യാഷാണ്. അതുകൊണ്ട് തന്നെ ഡെബിറ്റ് സ്റ്റേഷനറിയും ക്രെഡിറ്റ് ക്യാഷും ആയിരിക്കും. ഇനി ഡേറ്റ് കോളത്തിൽ 8/4/2020 പർട്ടിക്കുലേഴ്സ് കോളത്തിൽ സ്റ്റേഷനറി അക്കൗണ്ട് ഡെബിറ്റ് 2,200 ടു ക്യാഷ് 2,200. നരേഷൻ പർച്ചേസ്ഡ് സ്റ്റേഷനറി. ഇനി അടുത്തത് പറയുന്നത് 9/4/2020 ഓപ്പൺഡ് എ ബാങ്ക് അക്കൗണ്ട് വിത്ത് SBI for ₹35,000. അപ്പോൾ SBIയിൽ ഒരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്തു.
ഇപ്പോൾ SBIയിൽ ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്തു എന്ന് പറയുമ്പോൾ ബാങ്കിൽ നിന്ന് നമുക്ക് പൈസ കിട്ടാനുണ്ട്. ബാങ്കിൽ പൈസ കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ ബാങ്കിൽ നിന്ന് പൈസ കിട്ടാനുണ്ട്. ബാങ്ക് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യുക, പൈസ കൊടുക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്യുക. ഇപ്പോൾ ബാങ്കിനെ ഡെബിറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ ബാങ്കിൻ്റെ പേര് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അതുകൊണ്ട് ബാങ്ക് അക്കൗണ്ട് എന്ന് എഴുതുന്നതിന് പകരം നമുക്ക് വേണമെങ്കിൽ SBI എന്ന് തന്നെ എഴുതാം. കാരണം ബാങ്കിൻ്റെ പേര് ക്വസ്റ്റ്യനിൽ തന്നതുകൊണ്ട്. അപ്പോൾ റെക്കോർഡ് ചെയ്യാം. 9/4/2020 ഡേറ്റ് കോളത്തിൽ എഴുതുക. പർട്ടിക്കുലേഴ്സ് കോളത്തിൽ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ അല്ലെങ്കിൽ SBI അക്കൗണ്ട് ഡെറ്റർ എന്നും എഴുതാം. ഡെബിറ്റ് എമൗണ്ടിൽ 35,000, ടു ക്യാഷ് ക്രെഡിറ്റ് 35,000. നരേഷൻ ഓപ്പൺഡ് എ ബാങ്ക് അക്കൗണ്ട്. നെക്സ്റ്റ് നമുക്ക് നോക്കാം. ഗിവ് ജേർണൽ എൻട്രീസ് ഫോർ ദി ഫോളോയിങ്. ഇതിൻ്റെ ജേർണൽ എൻട്രീസ് സ്വന്തമായിട്ട് എഴുതുക. അതിന് ശേഷം മാത്രം തുടർന്നുള്ള വീഡിയോ കാണും. അപ്പോൾ കാണുന്ന സമയത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ആ മിസ്റ്റേക്ക് കറക്റ്റ് ചെയ്യുക. ഇപ്പോൾ ഫസ്റ്റ് 12th April 2020 ഗുഡ്സ് സോൾഡ് ടു പ്രിയ ഫോർ ₹16,000. 15th April 2020 റിസീവ്ഡ് എ ചെക്ക് ഫോർ ₹16,000 ഫ്രം പ്രിയ. 16th April 2020 sold goods to Nidhi ₹14,000. 18th April 2020 Nidhi pays ₹14,000 cash. ഇപ്പോൾ ഇവിടെ ആദ്യം വരുന്ന ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് 12/4/2020 ഗുഡ്സ് സോൾഡ് ടു പ്രിയ ഫോർ ₹16,000. ഇപ്പോൾ ഗുഡ്സ് സോൾഡ് ടു പ്രിയ എന്ന് പറയുമ്പോൾ പാർട്ടിയുടെ പേര് ട്രാൻസാക്ഷനിൽ നമുക്ക് തന്നിട്ടുണ്ട്. ക്യാഷ് ആണെന്ന് പ്രത്യേകിച്ച് പറയുന്നില്ല. ദാറ്റ് മീൻസ് അത് കടമായിട്ട് വിറ്റതായിരിക്കും. അപ്പോൾ കടമായിട്ട് പ്രിയക്ക് സാധനങ്ങൾ വിറ്റു എന്ന് പറയുമ്പോൾ പ്രിയ എടുക്കുന്ന പൈസ കിട്ടാനുള്ളതായിട്ട് കാണിക്കുക. അപ്പോൾ പ്രിയയെ ഡെബിറ്റ് ചെയ്യുക. ഗുഡ്സ് ബിസിനസ്സിൽ നിന്നും പോവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഗുഡ്സിന് പകരം സെയിൽസിനെ ക്രെഡിറ്റ് ചെയ്യുക. പിന്നെ ആദ്യം റെക്കോർഡ് ചെയ്യുമ്പോൾ ഡേറ്റ് കോളത്തിൽ 12/4/2020, പർട്ടിക്കുലേഴ്സ് കോളത്തിൽ പ്രിയ അക്കൗണ്ട് ഡെബിറ്റ് എമൗണ്ട് 16,000, ടു സെയിൽസ് ക്രെഡിറ്റ് എമൗണ്ട് 16,000. നരേഷൻ സോൾഡ് ഗുഡ്സ് ടു പ്രിയ. ഇനി അടുത്തത് രണ്ടാമത് തന്നിരിക്കുന്നത് 15/4/2020 റിസീവ്ഡ് എ ചെക്ക് ഓഫ് ₹16,000 ഫ്രം പ്രിയ. പ്രിയൻ്റെ എടുക്കുന്ന ഒരു ചെക്ക് കിട്ടി 16,000 രൂപക്കുള്ള. അപ്പോൾ ചെക്ക് കിട്ടി എന്ന് പറയുമ്പോൾ ചെക്കാണ് ഡെബിറ്റ് ചെയ്യേണ്ടത്. ചെക്കിന് പകരം ബാങ്ക് ഡെബിറ്റ് ചെയ്യുക. പ്രിയൻ്റെ എടുക്കുന്നതാണ് കിട്ടിയത്. അതുകൊണ്ട് തന്നെ പ്രിയയെ ക്രെഡിറ്റ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ റെക്കോർഡിംഗ് വരുന്നത് ഡേറ്റ് കോളത്തിൽ 15/4/2020, പർട്ടിക്കുലേഴ്സിൽ ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് 16,000 ടു പ്രിയ ക്രെഡിറ്റ് എമൗണ്ട് 16,000. നരേഷൻ റിസീവ്ഡ് ചെക്ക് ഫ്രം പ്രിയ. നെക്സ്റ്റ് 16th April 2020 സോൾഡ് ഗുഡ്സ് ടു നിധി ₹14,000. ഇപ്പോൾ സോൾഡ് ഗുഡ്സ് ടു നിധി ₹14,000 എന്ന് പറയുമ്പോൾ നിധിക്ക് സാധനങ്ങൾ വിറ്റു എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അത് കടമായിട്ട് വിറ്റതായിട്ട് വേണം കണക്കാക്കാൻ വേണ്ടി. കാരണം ക്യാഷ് ആണെന്ന് പ്രത്യേകിച്ച് പറയുന്നില്ല. പാർട്ടിയുടെ പേര് ക്വസ്റ്റ്യനിൽ തന്നിട്ടുമുണ്ട്. അപ്പോൾ അത് കടമായിട്ടാണ് വിറ്റിരിക്കുന്നത്. അപ്പോൾ നിധിൻ്റെ എടുക്കുന്ന പൈസ കിട്ടാനുള്ളതായിട്ട് കാണിക്കുക. നിധി അക്കൗണ്ട് ഡെറ്റർ പൈസ കിട്ടാനുള്ളതായിട്ട് കാണിക്കുക. അതുപോലെ ഗുഡ്സ് പോവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സെയിൽസിനെ ക്രെഡിറ്റ് ചെയ്യണം. ഇപ്പോൾ ഇവിടെ വരുന്നത് ഡേറ്റ് കോളത്തിൽ 16th April 2020, പർട്ടിക്കുലേഴ്സ് കോളത്തിൽ നിധി അക്കൗണ്ട് ഡെബിറ്റ് 14,000 ഡെബിറ്റ് എമൗണ്ട്, ടു സെയിൽസ് ക്രെഡിറ്റ് എമൗണ്ട് 14,000. നരേഷൻ സോൾഡ് ഗുഡ്സ് ടു നിധി. നെക്സ്റ്റ് 18th April 2020 നിധി പേയ്സ് ₹14,000 ക്യാഷ്. നിധി 14,000 രൂപ ക്യാഷ് പേ ചെയ്തു എന്ന് പറഞ്ഞാൽ ക്യാഷ് നമുക്ക് കിട്ടി. നിധി പേ ചെയ്തു എന്ന് പറയുമ്പോൾ നിധി നമുക്ക് പൈസ തന്നു എന്നർത്ഥം. അപ്പോൾ പൈസ നമുക്ക് തന്നു എന്ന് പറയുമ്പോൾ ക്യാഷ് നമുക്ക് ഡെബിറ്റ് ചെയ്യണം, നിധിയെ ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ റെക്കോർഡിങ്സ് വരുന്നത് ഡേറ്റ് കോളത്തിൽ 18th April 2020, പർട്ടിക്കുലേഴ്സിൽ ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് എമൗണ്ട് 14,000 ടു നിധി 14,000. നരേഷൻ റിസീവ്ഡ് ക്യാഷ് ഫ്രം നിധി. നെക്സ്റ്റ് വരുന്നത് ഇതുപോലെ തന്നെ നിങ്ങൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ആദ്യം റഫ് പേപ്പർ എടുക്കുക. അതിനുശേഷം ഈ ട്രാൻസാക്ഷൻസ് പ്രകാരം എന്താണോ ജേർണൽ എൻട്രി വരുന്നത് അത് കൃത്യമായിട്ട് എഴുതുക. അതിന് ശേഷം മാത്രം തുടർന്നുള്ള വീഡിയോ കാണുക. തുടർന്നുള്ള വീഡിയോ കാണുമ്പോൾ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ ആ മിസ്റ്റേക്ക് ആ സമയത്ത് കറക്റ്റ് ചെയ്യുക. റെക്കോർഡ് ദി ഫോളോയിങ് ട്രാൻസാക്ഷൻസ്. 20/4/2020 പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ₹20,000 ഓൺ ക്രെഡിറ്റ് ഫ്രം റിതു. 21 April 2020 ഇൻഷുറൻസ് പെയ്ഡ് ബൈ ചെക്ക് ₹6,000. 22 April 2020 പെയ്ഡ് റെൻറ്റ് ₹2,000.
25 April 2020, goods costing rupees 1500 given as charity. അപ്പോൾ അതിൽ ഫസ്റ്റ് ട്രാൻസാക്ഷൻ 20/4/2020 പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ₹20,000 ഓൺ ക്രെഡിറ്റ് ഫ്രം റീത്തു. റീത്തുവിൻ്റെ അടുക്കുന്ന കടമായിട്ട് സാധനങ്ങൾ വാങ്ങിച്ചു. അപ്പോൾ ഡെബിറ്റ് വരുന്നത് ഗുഡ്സ് ആണ്, ഗുഡ്സിന് പകരം പർച്ചേസ്. ക്രെഡിറ്റ് വരുന്നത് റീത്തു. ഇപ്പോൾ ഡേറ്റ് കോളത്തിൽ 20/4/2020 പർട്ടിക്കുലേഴ്സിൽ പർച്ചേസ് അക്കൗണ്ട് ഡെബിറ്റ് എമൗണ്ട് 20,000 ടു റീത്തു, ക്രെഡിറ്റ് എമൗണ്ട് 20,000. പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം റീത്തു. നെക്സ്റ്റ് രണ്ടാമത് പറയുന്നത് 21 April 2020 ഇൻഷുറൻസ് പെയ്ഡ് ബൈ ചെക്ക് ₹6,000. അപ്പോൾ ഇൻഷുറൻസ് ചെക്കായിട്ട് പേ ചെയ്തതാണ്, അതുകൊണ്ട് തന്നെ ഡെബിറ്റ് വരുന്നത് ഇൻഷുറൻസ്, ക്രെഡിറ്റ് വരുന്നത് ബാങ്ക്. ഡേറ്റ് കോളത്തിൽ 21 April 2020 പർട്ടിക്കുലേഴ്സിൽ ഇൻഷുറൻസ് അക്കൗണ്ട് ഡെബിറ്റ് എമൗണ്ട് 6,000 ടു ബാങ്ക്, ക്രെഡിറ്റ് എമൗണ്ട് 6,000, ഇൻഷുറൻസ് പെയ്ഡ് ബൈ ചെക്ക്. നെക്സ്റ്റ് തേർഡ് 22 April 2020 പെയ്ഡ് റെൻറ്റ് ₹2,000. ഇപ്പോൾ പെയ്ഡ് റെൻറ്റ് ₹2,000 എന്ന് പറയുമ്പോൾ ഇൻഷുറൻസ് പറഞ്ഞ പോലെ തന്നെ റെൻറ്റും ഒരു ചിലവ് തന്നെയാണ്, എക്സ്പെൻസ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ റെൻറ്റിനെ ഡെബിറ്റ് ചെയ്യുക, ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്യുക. ഇപ്പോൾ 22 April 2020 ഡേറ്റ് കോളത്തിൽ രേഖപ്പെടുത്തുക. പർട്ടിക്കുലേഴ്സിൽ റെൻറ്റ് അക്കൗണ്ട് ഡെബിറ്റ് എമൗണ്ട് 2,000 ടു ക്യാഷ്, ക്രെഡിറ്റ് എമൗണ്ട് 2,000, റെൻറ്റ് പെയ്ഡ്. നെക്സ്റ്റ് 25 April 2020 ഗുഡ്സ് കോസ്റ്റിംഗ് ₹1,500 ഗിവൺ ആസ് ചാരിറ്റി. ചാരിറ്റി പർപ്പസിന് വേണ്ടിയിട്ട് ഗുഡ്സ് കൊടുത്തു എന്നാണ് പറയുന്നത്. അപ്പോൾ ഗുഡ്സ് കൊടുക്കുമ്പോൾ ഗുഡ്സ് നമ്മുടെ അടുത്ത് നിന്ന് പോവുകയാണ് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ ഗുഡ്സിനെ ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ ഗുഡ്സ് എന്ന് പറയുന്ന ഒരു അക്കൗണ്ട് ഇല്ല, അതിന് പകരം നമുക്ക് ഇവിടെ ക്രെഡിറ്റ് ചെയ്യേണ്ടത് പർച്ചേസ് ആയിരിക്കണം. ശ്രദ്ധിക്കണം, ഗുഡ്സ് നമ്മുടെ കയ്യിൽ നിന്ന് പോവുകയാണ് ചെയ്യുന്നത്, അതുകൊണ്ട് സെയിൽസ് എന്ന് എഴുതാൻ വേണ്ടി പറ്റില്ല, കാരണം ഇത് സെയിൽസ് അല്ല. നമ്മൾ ചാരിറ്റി പർപ്പസിന് വേണ്ടിയിട്ട് ഗുഡ്സ് കൊടുത്തതാണ്, അതുകൊണ്ട് തന്നെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യേണ്ടത് ഗുഡ്സിന് പകരം ഇവിടെ ക്രെഡിറ്റ് ചെയ്യേണ്ടത് പർച്ചേസ് ആയിരിക്കണം. ഡെബിറ്റ് ചെയ്യുന്നത് ചാരിറ്റിയാണ്, ചാരിറ്റി പർപ്പസിന് വേണ്ടിയിട്ട് പൈസ കൊടുത്തതാണ്, അതുകൊണ്ട് തന്നെ ഡെബിറ്റ് ചെയ്യേണ്ടത് ചാരിറ്റി അക്കൗണ്ട് എന്ന് ഡെബിറ്റ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ റെക്കോർഡിങ്സ് 25 April 2020 ഡേറ്റ് കോളത്തിൽ രേഖപ്പെടുത്തുക. പർട്ടിക്കുലേഴ്സിൽ ചാരിറ്റി അക്കൗണ്ട് ഡെബിറ്റ് എമൗണ്ട് 1,500 ടു പർച്ചേസ്, ക്രെഡിറ്റ് എമൗണ്ട് 1,500, ഗുഡ്സ് ഗിവൺ ആസ് ചാരിറ്റി. ഇനി നമുക്ക് ഒരു അസൈൻമെൻ്റ് ആണ്. ഈ അസൈൻമെൻറ്റ് കൃത്യമായിട്ട് ജേർണലിൽ രേഖപ്പെടുത്തുക. ജേർണൽ എൻട്രി മുഴുവനും രേഖപ്പെടുത്തിയതിന് ശേഷം അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ ആൻസർ ഉണ്ടാവും. ആ ആൻസറുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുക. മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് ആ മിസ്റ്റേക്കുകൾ കറക്റ്റ് ചെയ്യാം. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം തന്നെ ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതാണ്. കൂടുതൽ വീഡിയോസ് കാണുവാനും അതുപോലെ ഇതിന്റെ നോട്ട്സ് ഡൗൺലോഡ് ചെയ്യാനും ബ്ലോഗ് സന്ദർശിക്കുക www.manojmelekandi.blogspot.com. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.